കാലങ്ങളായി മലയാള സിനിമയുടെ ഭാഗമാണ് സംവിധായകൻ കമൽ. കമൽ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്തെ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. അന്ന് സംവിധായകനായ PN മേനോനോടൊപ്പം സഹസംവിധായകനായി പ്രവർത്തിക്കുമ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ തങ്ങളെ കാണാൻ വന്നെന്നും സിനിമയുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞെന്നും കമൽ പറയുന്നു. അന്ന് ചിത്രത്തിൻ്റെ ആൽബത്തിൽ മോഹൻലാലിൻ്റെ ചിത്രം കണ്ടപ്പോൾ ഇയാളിൽ ഒരു നടനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയുടെ ഒരു ഭാഗവും കാണാതെയാണ് അദ്ദേഹം അത് പറഞ്ഞതെന്നും കമൽ പറഞ്ഞു. കൗമുദി മൂവീസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാനും PN മേനോൻ സാറും കഥ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു കാർ വന്ന് നിർത്തി. അതിൽ നിന്ന് നവോദയ ജിജോ, പ്രൊഡക്ഷൻ കൺട്രോളറായ ആനന്ദ് ഇവർ വന്നിറങ്ങി. അവരുടെ കയ്യിൽ ഒരു ആൽബവുമുണ്ട്. അവർ മേനോൻ സാറിനോട് പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം കുറേ കാലം മുമ്പ് പോസ്റ്ററൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അവൻ അന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. നവോദയ അപ്പച്ചൻ പറഞ്ഞിട്ട് വന്നതാണ്, നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ആൽബം അവർ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അവർ പോയതിനു ശേഷം അദ്ദേഹം ആൽബം തുറന്നു നോക്കി. അത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ ആൽബമായിരുന്നു. അദ്ദേഹം അത് മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത് പുതിയ ആളുകളുടെ സിനിമയാണ്. ആൽബം നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കിത് ചെയ്യാമെന്ന്. ആൽബം മറിച്ച് നോക്കുന്നതിനിടയിൽ തന്നെ മോഹൻലാലിൻ്റെ സ്റ്റിൽ കണ്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഈ നായകനേക്കാൾ എൻ്റെ ശ്രദ്ധ ആകർഷിച്ചത് വില്ലനായി അഭിനയിച്ച ആളാണ് എന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. മേനോൻ സാറിൻ്റെ ദീർഘവീക്ഷണമായിരുന്നു അത്. ഇവനിൽ ഒരു നടനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മേനോൻ സാർ പടവും കണ്ടിട്ടില്ല, മോഹൻലാലിനെയും കണ്ടിട്ടില്ല. വെറും ഫോട്ടോഗ്രാഫ് കണ്ടിട്ടാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. മോഹൻലാലിൻ്റെയൊക്കെ പോസ്റ്റർ അദ്ദേഹം ചെയ്തത് കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. പിന്നീട് യാദൃച്ഛികമായി ഞാൻ ലാലിനെ പരിചയപ്പെടുത്തി, കമൽ പറയുന്നു.